أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. പക്ഷേ ദൈവം ഏകനാണെന്ന് സുവ്യക്തമായി വിളിച്ചോതുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും ചില ജനം അല്ലാഹു അല്ലാത്ത ചിലരെ അവന്റെ സമന്മാരായി സങ്കൽപ്പിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളാവട്ടെ സർവോപരി അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. കഷ്ടം, ശിക്ഷയെ മുന്നിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം സർവശക്തികളും അധികാരങ്ങളും അള്ളാഹുവിന്റെ മാത്രം കരങ്ങളിലാണെന്നും അള്ളാഹു കഠിന ദണ്ഡകനാണെന്നും ഈ അക്രമികൾ ഇന്നു തന്നെ ഗ്രഹിച്ചിരുന്നെങ്കിൽ അവന്റെ ശിക്ഷ ലഭിക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്ത് പിന്തുടരപ്പെട്ടിരുന്ന ആചാര്യന്മാരും നായകന്മാരും തങ്ങളുടെ നീതന്മാരെ തള്ളിപ്പറയുന്നു. എന്നാൽ അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ പരസ്പര ബന്ധത്തിന്റെ കണ്ണികളൊക്കെയും അറ്റുപോകും. ഈ ലോകത്ത് അവരുടെ നീതന്മാരായിരുന്നവർ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾക്കൊരവസരം ലഭിച്ചെങ്കിൽ ഇവർ ഇന്നു ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ഇവരെ ഞങ്ങളും കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ ജനം ഇഹലോകത്ത് അനുവർത്തിച്ച ചെയ്തികളെല്ലാം അള്ളാഹു അവർക്ക് ഖേദകരങ്ങളായി കാണിച്ചു കൊടുക്കും. നരകത്തിയിൽ നിന്ന് പുറത്തു പോരാൻ അവർ ഒരു മാർഗവും കണ്ടെത്തുന്നതുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 165 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 164 ആയത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തിൽ ഒരുപാട് വിശദീകരണം ഉണ്ടായിരുന്നു. മെയിൻലി ആയാത്ത്, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രകൃതി മൊത്തം പരന്നു കിടക്കുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞു. മേഘങ്ങള്, കാറ്റുകള്, ആകാശം, ഭൂമി, കപ്പൽ, ഇതിനെ രാവും പകലും മാറി മറിയുന്നത്, ഭൂമി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ഇങ്ങനെ ഇതിലൊക്കെ അള്ളാഹുവിനെ ശരിക്കും ചിന്തിക്കുന്ന ആളുകൾക്ക് ഏകനായ റബ്ബിനെ, ഒറ്റ റബ്ബ്, ഒറ്റ അല്ലാഹ് ദൈവമേ ഉള്ളൂ എന്ന് ശരിക്കും ഇത് വിളിച്ചോതുന്നുണ്ട് പ്രകൃതി എന്ന് നമ്മൾ സമർത്ഥിച്ചു അല്ലെ? ഖുറാനിലെ ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് സമർത്ഥിക്കുകയാണ്. ഇനി എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇതൊക്കെ ഉണ്ടായിട്ടും അടുത്ത ആയത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. അതായത്, പക്ഷെ ദൈവം ഏകനാണെന്ന് സുവ്യക്തമായി വിളിച്ചോതുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും, അതായത് ആ പ്രകൃതി ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞ ആയത്തില്. ചില ജനങ്ങൾ എന്നിങ്ങനെയുണ്ട്, അള്ളാഹു അല്ലാത്ത ചിലരെ അവന്റെ സമന്മാരായി കൽപ്പിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു.
സത്യവിശ്വാസികളാവട്ടെ സർവോപരി അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. കഷ്ടം, ശിക്ഷയെ മുന്നിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം സർവശക്തികളും അധികാരങ്ങളും അള്ളാഹുവിന്റെ മാത്രം കരങ്ങളിലാണെന്നും അള്ളാഹു കഠിന ദണ്ഡകനാണെന്നും ഈ അക്രമികൾ ഇന്നു തന്നെ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അതായത് അത്രയും ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും ചില ആളുകൾ അള്ളാഹ്ക്ക് സമന്മാരെ, അള്ളാഹുവിന് ഈക്വലായിട്ട് വേറെ ശക്തികളെ പരിഗണിക്കുന്നു. അത് മാത്രല്ല, അവരോടുള്ള വിധേയത്വം എത്രയാണ്, അള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെ അവര് ആ ഒരു ഇതര ശക്തികളെ സ്നേഹിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. എന്നാൽ ശരിക്കും ശരിയായ സത്യവിശ്വാസികളോ എല്ലാത്തിലും ഉപരി സർവോപരി അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ ഈ സത്യനിഷേധികളുടെ ഈ സന്മാരെ കൽപ്പിച്ചവരുടെ അന്ത്യം, അവസാനം അവരെ ശിക്ഷ മുന്നേ കാണുമ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലാവും അവരത്രയും കാലം കൊണ്ടു നടന്നിരുന്ന അള്ളാഹുക്ക് സമന്മാരെ കൽപ്പിച്ചിരുന്ന ആ ശക്തികളൊന്നും എവിടെയും ഇല്ല, അള്ളാഹുവിന്റെ മാത്രം കരങ്ങളിലാണ് എല്ലാ അധികാരവും എന്ന് പരലോകത്ത് ആ പ്രതിഫല ദിനത്തിൽ അള്ളാഹ് മാത്രം ആരാധ്യനായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് അള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹിനെ ആ സമയത്ത് അവർക്ക് മനസ്സിലാവും ശക്തി മുഴുവൻ അള്ളാഹ് ഏകനായ റബ്ബിൽ മാത്രമാണെന്നും അള്ളാഹ് ഒരളവും പരലോകത്തില്ല, കഠിന ദണ്ഡകം എന്ന് പറഞ്ഞാൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ അത് ഇന്ന് അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് തന്നെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതിൽ വാക്കർത്ഥം നോക്കൂ. വമിനന്നാസി, വ ആൻഡ് മിന ഫ്രം അന്നാസ് ജനങ്ങൾ, വമിനന്നാസി ജനങ്ങളിലുണ്ട്, നാസ് ജനങ്ങൾ, ഇൻസാൻ മനുഷ്യൻ അല്ലെ, മൻ യത്തഖിദു മൻ ആര്, മാൻ എങ്ങനെയുള്ള ഒരു മൻ ആരാണോ. അപ്പൊ ഖുർആനിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മൻ. ആരാണോ നന്മ ചെയ്യുന്ന, ആരാണോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ആരാണോ അമല സ്വാലിഹ്, ഇങ്ങനെയാണ് മൻ ആര് ഒരു വ്യക്തി എന്നുള്ളതിന് പറയാറുണ്ട്. അപ്പൊ വമിനന്നാസ് ജനങ്ങളിലുണ്ട്, മൻ ആര് എങ്ങനെയുള്ളവർ, യത്തഹിദു അവരെടുക്കുന്നു, ഇത്തഹദ യത്തഹിദു അവരെടുക്കുന്നു അല്ലെ, ഇത്തഹദ എടുത്തു, യത്തഹിദു എടുക്കുന്നു, മിന്ദൂനില്ല, മിന്ദൂൻ എന്ന് പറഞ്ഞാൽ മിന്ദൂനി കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അല്ലാത്തവരെ എന്ത്, അന്താദ സമന്മാരായി, അന്താദ് നിദ്, അന്താദ് ട്ടോ, നിദിന്റെ പ്ലൂരലാണ് അന്താദ്. അന്താദ് എന്ന് പറഞ്ഞ സമം, ഈക്വൽ ആയിട്ട് വരും, ഇതാക്കുക അന്താദ് സമന്മാർ. അപ്പൊ വമിനന്നാസി ജനങ്ങളിലുണ്ട്, മൻ എങ്ങനെയുള്ളവർ, മൻ ആര്, യത്തഹിദു അവനെടുക്കുന്നു, മിന്ദൂനില്ലാഹി അന്താദ അള്ളാഹു അല്ലാത്തവരെ സമന്മാരായി എടുക്കുന്നു. അതായത് അള്ളാഹു അല്ലാത്തവരെ ഈ അള്ളാഹുവിന് സമന്മാരായിട്ട് അവരെടുക്കുകയാണ്, അന്താദുകളായിട്ട് എടുക്കുകയാണ്. എന്നിട്ടോ യുഹിബ്ബൂന അവരിഷ്ടപ്പെടുന്നു, യുഹിബ്ബൂന അഹബ്ബ യുഹിബ്ബു, ഹുബ് എന്ന് പറഞ്ഞ സ്നേഹം, അഹബ്ബ സ്നേഹിക്കുന്നു, അഹബ്ബ സ്നേഹിച്ചു, യുഹിബ്ബു സ്നേഹിക്കുന്നു, യുഹിബ്ബൂന ബൂന എന്ന് പറയുമ്പോ അവർ സ്നേഹിക്കുന്നു, ഹും അവരെ. ഇവിടെ മൂന്ന് വാക്കുണ്ട് കേട്ടോ, യുഹിബ്ബൂനഹും എന്നുള്ളതിന് 3 വാക്കുണ്ട്, 3 അർത്ഥം വരുന്നുണ്ട്. യുഹിബ്ബൂന എന്ന് പറഞ്ഞാൽ അവർ സ്നേഹിക്കുന്നു, വാവും നൂനും വന്നതുകൊണ്ട്. ആരെയാണ് സ്നേഹിക്കുന്നത്, അവരെ, ഹും അവരെ എന്ന് പറയുന്ന മേലെയുള്ള അന്താദുകള്, സമന്മാര്, അല്ലാതെ സമന്മാരെ അവർ സ്നേഹിക്കുന്നു. എങ്ങനെ, ഹുബില്ല, പോലെ, ഹുബില്ല അള്ളാഹിനോടുള്ള ഹുബ് പോലെ, സ്നേഹം പോലെ അവർ ആ സമന്മാരെ സ്നേഹിക്കുന്നു. അപ്പൊ യുഹിബ്ബൂനഹും കഹുബില്ല എന്നുള്ള സെന്റൻസ് ആണ്. അവരെ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, കഹുബില്ല. വല്ലദീന ആമനു, ആൻഡ് അല്ലദീന എങ്ങനെയുള്ളവർ, ആമനു അവർ വിശ്വസിച്ചു. ആമനു എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കർത്ഥം അവർ വിശ്വസിച്ചു എന്നാണ്. അപ്പൊ അല്ലദീന ആമനു എന്ന് കൂട്ടി നിന്ന് വിശ്വസിച്ചവർ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ അല്ലെ. സത്യവിശ്വാസികൾ 2 തരത്തിൽ ഖുർആനിൽ പറയാറുണ്ട്, അല്ലദീന ആമനു എന്നും പറയും, അല്ലെങ്കിൽ മുഅ്മിനീൻ അല്ലെങ്കിൽ മുഅ്മിനൂൻ, ഇങ്ങനെ 2 രീതിയിൽ പറയാറുണ്ട്. അപ്പൊ അല്ലദീന ആമനു വിശ്വസിച്ചവർ, അശദ്ദു ഹുബ്ബല്ലില്ല, അശദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ ശക്തമായ അല്ലെ, ഷദീദ് എന്ന് പറഞ്ഞാൽ വല്ലാഹു ഷദീദുൽ ഇഖാബ് എന്ന് പറയാറില്ല, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഷദീദുൽ അദാബ് പറയാറുണ്ട്, കഠിനമായ ശിക്ഷ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അറബിയില് ഷെദ് ഇടുക എന്ന് പറയൂലേ, ഷെദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അക്ഷരത്തിനെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഈ 3 മറിച്ചിട്ട പോലത്തെ ഇവിടെ ഷദ്, ആ ഷദ് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനം എന്നുള്ളതാണ്. അപ്പൊ അശദ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അശദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായി
ഹുബ്ബ സ്നേഹം, ഭയങ്കര സ്നേഹാണ് ലില്ലാഹി അള്ളാഹുവിനോട്. ലീ എന്ന് പറഞ്ഞാൽ ടു, ലില്ലാഹി ഇവിടെ ഗസറിന് ശേഷം അള്ളാഹ് എന്ന വാക്ക് വരുമ്പോ തജ്വീദ് പാരായണത്തിൽ ഇല്ല എന്ന് പറയണല്ലേ, ലില്ലാഹി എന്ന് പറയുന്നത് അതുകൊണ്ട്, ലീ എന്ന് ഗസർ ആയതുകൊണ്ട്. അപ്പൊ അശദ്ദു ഹുബ്ബല്ലില്ല, അവര് ഭയങ്കര അള്ളാഹുവിനോട് ഭയങ്കര കഠിനമായ സ്നേഹമാണ്. ആർക്ക്? അല്ലദീനാമനു, സത്യവിശ്വാസികൾക്ക്. എന്നിട്ട് വലൗ യറ, ആൻഡ് ലൗ എങ്കിൽ, ലൗ എങ്കിൽ, യറ അവൻ കാണുന്നു. ആര് കാണുന്നു? കാണുന്നു. യറ കാണുന്നു. എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. എന്നതിന്റെ മുതാരി, അതായത് പ്രസന്റ് ടെൻസ് ആണ് യറ. യറ കാണുന്നു. ആര് കാണുന്നു? അല്ലദീന ളലമു, ളലമു എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം അവർ അക്രമം പ്രവർത്തിച്ചു എന്നാണ്. ളലമു, ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു എന്നാണ്. അതുപോലെ ളലമ എന്ന് പറഞ്ഞാൽ അക്രമം പ്രവർത്തിച്ചു, അവൻ പ്രവർത്തിച്ചു. ളലമൂ വാവ് വരുമ്പോ അവർ പ്രവർത്തിച്ചു. എന്ത് പ്രവർത്തിച്ചു? അക്രമം പ്രവർത്തിച്ചു, ലുൽമ് പ്രവർത്തിച്ചു. ലുൽമ് അല്ലെ, ദുൽമു പ്രവർത്തിക്കുന്ന ളലമു ആ വാക്കാണ്. ളലമു അവർ പ്രവർത്തിച്ചു. അപ്പൊ അല്ലദീന ളലമു എന്ന് പറയുമ്പോൾ ഒരു കൂട്ടരെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അക്രമം പ്രവർത്തിച്ചവർ, അവരെന്താണ്? വലൗ യറ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ കാണുകയാണെങ്കിൽ, ഇവിടെ എങ്കിൽ എന്നുള്ളതിന്റെ വാക്ക് ഏതാ? ലൗ എന്നാണ്. ലൗ, ലൗ യറ കാണുന്നുവെങ്കിൽ, ആര്? അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. ഇത് യറൗനൽ അദാബ, ഇത് യറൗന, ഇത് സന്ദർഭം, ഇത് സന്ദർഭം, യറൗന, യറൗന അവർ കാണുന്നു തന്നെയാണ്. യറ എന്നുള്ളത് ഒരു സിംഗുലർ ആണ്. യറൗന എന്ന് പറയുന്ന അവർ കാണുന്ന സന്ദർഭം. അൽ അദാബ ശിക്ഷയെ, അല്ലെ. പിന്നെ ഇവിടെ ഈ ഇത് പറയാണ്, അവരിപ്പോ ഈ അക്രമം പ്രവർത്തിച്ചത് ശരിക്കും ഇപ്പൊ കാണുകയാണെങ്കിൽ എന്ത്? ആ സന്ദർഭത്തിൽ പരലോകത്തെത്തിയിട്ട് അവർ ശിക്ഷയെ കാണുന്ന സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാവുമല്ലോ അള്ളാഹ്ക്ക് മാത്രമാണ് ഫുള്ള് ശക്തിയും, ഇവർ ഈ പറഞ്ഞ ഈ സമന്മാരൊന്നും എവിടെയും ഇല്ല എന്നുള്ള ആ കാഴ്ചയുടെ സന്ദർഭത്തിൽ ഉള്ള ആ കാഴ്ച ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന സത്യം ഉണ്ടല്ലോ, അത് ഇപ്പൊ അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ, ഇപ്പൊ തന്നെ അവരത് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് സന്ദർഭം, യറൗന അവർ കാണുന്നു, അൽ അദാബ ശിക്ഷയെ. അപ്പൊ ശിക്ഷയെ അവർ കണ്ടുമുട്ടുന്ന ആ സന്ദർഭത്തിൽ, ഇത് യറൗനൽ അദാബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ആ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാവുന്ന എന്താണ്? അന്നൽ ഖുവ്വത ലില്ലാഹി ജമിയ, അന്ന തീർച്ചയായും, അൽ ഖുവ്വത്ത് ശക്തി, ഖുവ ഇല്ലേ, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ദുആ ഇല്ലേ, അല്ലാഹ് അല്ലാതെ വേറൊരു ശക്തിയും ഈ ലോകത്തില്ല. ഒരു ഖുവ്വത്ത് എന്ന് പറഞ്ഞ ശക്തി. അപ്പൊ അന്നൽ ഖുവ്വത, ഖുവ്വത ശക്തി, തീർച്ചയായും ശക്തി, ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിനാണ്. ടു അള്ളാഹ്, അള്ളാഹ്, ലില്ലാഹി അള്ളാഹുവിനാണ്. ജമിയ എന്ന് പറഞ്ഞാൽ എല്ലാ ശക്തിയും, എല്ലാത്തിന്റെയും പവർ അള്ളാഹ്ക്കുള്ളതാണെന്നുള്ളത്. ഇത് യറൗനൽ അദാബ, ശരിക്കും പരലോകത്തെത്തി അവർ ആ സന്ദർഭം, ശിക്ഷയെ കാണുന്ന സന്ദർഭം അവർക്കത് അവർക്കത് മനസ്സിലാവും. പിന്നെ എന്തുകൂടി മനസ്സിലാവും? ശക്തി മാത്രല്ല, ആൻഡ് അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഷദീദുൽ അദാബാണെന്ന്. ഷദീദ് കഠിനം, നേരത്തെ പറഞ്ഞ അഷദ്ദിന്റെ മറ്റൊരു രൂപമാണ് ഷദീദ് കേട്ടോ. കഠിനം, അൽ അദാബ് ശിക്ഷയിൽ കാഠിന്യമുള്ളവനാണ് അള്ളാഹു എന്നും അവർക്ക് പരലോകത്തെത്തി ശിക്ഷ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇവിടെ പറയാണ്, ആ മനസ്സിലാവലുണ്ട്. അത് വലൗ യറല്ലദീന ളലമു, അവർ ആ അക്രമം പ്രവർത്തിച്ചവരത് കാണുകയാണെങ്കിൽ, ഇന്ന് തന്നെ അത് അവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അവരിപ്പൊ ഈ സമന്മാരെ സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹിന്റെ കൂടെ മറ്റു സമന്മാരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് നിൽക്കുന്ന അവരിപ്പൊ തന്നെ അതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പരലോകത്തെറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അവരീ പറയുന്ന സമന്മാർക്കൊന്നും ഒരു ശക്തിയുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ. അള്ളാഹ് കഠിനായിട്ട് അന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അള്ളാഹിന്റെ പിടുത്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അന്ന് മനസ്സിലാവുന്ന ആ മനസ്സിലാവല് ഇന്ന് അവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഈ ആയത്ത് പറയുന്നത്. അതായത് ഇതിന്റെ വിശദീകരണം പറയുകയാണെങ്കിൽ, അള്ളാഹുവിന് പ്രത്യേകമായുള്ള വിശേഷണങ്ങളിൽ, ഇവിടെ പറയുന്ന ഈ അൻദാദ് എന്ന് പറയുന്ന വാക്ക് സമന്മാർ, നമ്മൾ എന്തുകൊണ്ട് അവിടെ അൻദാദ് ഉപയോഗിച്ചുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. സമന്മാർ എന്നാ പറഞ്ഞത്. അള്ളാഹുവിന് പ്രത്യേകമായുള്ള വിശേഷണങ്ങളിൽ ചിലത് മറ്റുള്ളവർക്ക് മുണ്ടെന്ന ദൈവം എന്ന നിലക്ക് അടിമകളുടെ മേൽ അള്ളാഹുവിന്റെ അവകാശം മുഴുവനായോ ഭാഗികമായോ ദൈവങ്ങൾക്ക്, ഒരു മിനിറ്റ്, ഷുവർ,
മറ്റ് അതായത് അള്ളാഹുവിന് പ്രത്യേകമായ വിശേഷങ്ങൾ ചിലത് മറ്റുള്ളവർക്കും ഉണ്ടെന്ന ദൈവം എന്ന നിലക്ക് അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശങ്ങൾ മുഴുവനായോ ഭാഗികമായോ ദൈവങ്ങൾക്ക് നൽകുന്നു. ഉദാഹരണമായി, അതായത് ഇവിടെ പറഞ്ഞത് നമുക്കറിയാം, അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട് അല്ലെ, പ്രധാനപ്പെട്ട അസ്മാ ഉൽ ഹുസ്ന, പിന്നെ ഉത്കൃഷ്ട നാമങ്ങൾ, അത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ളതാണ്. ഈ മാത്രം എന്നുള്ളതാണ് അടിവരേണ്ടത്. അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കുന്ന പറ്റുന്ന ഗുണങ്ങളാണ് 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്ന. അതിലെ ക്വാളിറ്റീസ് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഈ ക്വാളിറ്റീസ് മറ്റ് ചില ശക്തിക്കോ വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു സിസ്റ്റത്തിനോ സമൂഹത്തിനോ ഒരു സംഘടനക്കോ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് അപ്പോ അങ്ങനെ വിചാരിച്ചിട്ട് മുഴുവനായിട്ടും ഇല്ലാന്ന് കുറച്ച് ഭാഗികമായിട്ടും നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ പറയുന്ന സമന്മാരെന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ അള്ളാന്റെ മുഴുവൻ ശക്തി വേറൊരു ദൈവത്തിന് ഉള്ളതായിട്ടല്ല. അള്ളാന്റെ ഗുണങ്ങളിൽ ഇപ്പൊ ഒരാള് ദൈവമായിട്ടെന്ന് വിചാരിച്ചില്ലെങ്കിലും അള്ളാന്റെ എന്തൊക്കെയോ കഴിവുകളും മറ്റൊരിതിനുണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ അവിടെ ശിർക്കായി. അപ്പൊ ഉദാഹരണമായി കാര്യകാരണ ബന്ധങ്ങളുടെ നിയന്ത്രണം, ആവശ്യ ഒരു മിനിറ്റ്, ഇവിടെ ഇത് കാണുന്നില്ല. ഇതില് സെക്കൻഡ്. ഓക്കെ. അതായത് അതായത് കാര്യകാരണങ്ങളുടെ നിയന്ത്രണം, ആവശ്യ നിവൃത്തി മനസ്സിലാക്കണേ. നമ്മൾ ഉദാഹരണം ഇപ്പൊ ഈ അള്ളാഹ്ക്ക് സമന്മാരെ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന അത്രയും ഗുരുതരമായ പാപമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് നമ്മളിൽ അത് വരുന്നുണ്ടോ എന്ന് നമ്മൾ ഞാനിപ്പോ പറയുന്ന എക്സ്പ്ലനേഷനുകൾ കേൾക്കുമ്പോൾ നമ്മളിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ നമ്മളെ ചിന്തകളിലും ഹൃദയങ്ങളിലും ഒക്കെ വരുന്നത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഷിർക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മൾ വിചാരിച്ചാൽ തന്നെ പോയി, അത് ഷിർക്കായി. ഉദാഹരണമായി കാര്യകാരണ ബന്ധങ്ങളുടെ നിയന്ത്രണം, ആവശ്യ നിവൃത്തി, ആപത്തിൽ നിന്നുള്ള സംരക്ഷണം, പ്രാർത്ഥനകൾ സ്വീകരിക്കുക, രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുക എന്നിവയെല്ലാം അള്ളാഹുവിന് പ്രത്യേകമായ വിശേഷണങ്ങളാണ് അല്ലെ. അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകളാണ് ഇതൊക്കെ. പ്രാർത്ഥന. മനുഷ്യർ അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കണം. അടിമത്തം സമ്മതിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ മാത്രം തലകുനിക്കണം. അവനോട് മാത്രം ആവലാതി ബോധിപ്പിക്കണം. അവനോട് മാത്രം പ്രതീക്ഷകൾ ബന്ധിപ്പിക്കണം. അവനിൽ സർവസ്വം സമർപ്പിക്കണം. ഇതെല്ലാം അള്ളാഹുവിന് മാത്രമുള്ള അവകാശങ്ങളാണ്. അനുവാദത്തിന്റെയും നിരോധത്തിന്റെയും പരിധികൾ പ്രജകൾക്ക് നിശ്ചയിച്ചു കൊടുക്കുക. അതായത് ഇത് നോക്കി നോക്കൂട്ടോ, ഇത് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. അനുവാദത്തിന്റെയും നിരോധത്തിന്റെയും പരിധികൾ പ്രജകൾക്ക് നിശ്ചയിച്ചു കൊടുക്കുക. അവരുടെ കർത്തവ്യങ്ങളും അവകാശങ്ങളും നിർണയിക്കുക. അവർക്ക് ആജ്ഞകളും നിരോധനങ്ങളും നൽകുക. താൻ നൽകിയ കഴിവുകളും ജീവിതോപകരണങ്ങളും എങ്ങനെ, എവിടെ, എന്തിനുപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുക എന്നീ അധികാരങ്ങളും ഭരണാധിപൻ എന്ന നിലക്ക് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മനസ്സിലായില്ലേ? അടിമകൾ അവന്റെ മാത്രം ആധിപത്യം അംഗീകരിക്കുകയും അവന്റെ വിധിയെ നിയമത്തിന്റെ ഉറവിടമായി സ്വീകരിക്കുകയും കൽപ്പിക്കാനും വിരോധിക്കാനും യോഗ്യനായി അവനെ മാത്രം സമ്മതിക്കുകയും ജീവിത ഇടപാടുകളിൽ അവന്റെ ആജ്ഞയെ മാത്രം നിർണായകമായി കണക്കാക്കുകയും നിർദ്ദേശത്തിനും മാർഗദർശനത്തിനും വേണ്ടി ശവങ്കലേക്ക് മാത്രം മടങ്ങുകയും ചെയ്യുക എന്നതും അള്ളാഹുവിന്റെ അവകാശമാണ്. അപ്പൊ അതായത് ഞാനിപ്പോ ഈ വായിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ അള്ളാന്റെ അവകാശം മാത്രമാണ്. അപ്പൊ നമ്മുടെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് ഷിർക്കാണ്, സമന്മാരെ കൽപ്പിച്ചതിന് തുല്യമാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അടിവരടണേ, വീണ്ടും വീണ്ടും മാത്രമുള്ള അവകാശമാണ് ഇതൊക്കെ. ഇപ്പൊ ഞാൻ ഈ വായിച്ച മാർഗദർശനത്തിനുള്ള ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുക, ഇന്നത് ചെയ്യരുത്, ഇത് ചെയ്യണം, നിങ്ങൾക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളാണ് കണ്ണ് കാക്കുക, ഇതൊക്കെ എന്തിനു വേണ്ടി, ഇതൊക്കെ ഒരു തന്റെ പ്രജകൾക്കോ അല്ലെങ്കിൽ തന്റെ കീഴിലുള്ളവർക്കോ ഇങ്ങനെ നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ള അള്ളാഹ്ക്ക് മാത്രമുള്ള അവകാശമാണ്. കാരണം അത് അള്ളയാണ് നമ്മളുടെ നാഥൻ, നമ്മളുടെ ഉടമസ്ഥൻ, എന്നെ സൃഷ്ടിച്ചവൻ അള്ളയാണ്. അതുകൊണ്ടാണ് അവകാശം അള്ളാഹുവിലേക്ക് വരുന്നത്. അപ്പൊ ഇതില് അവന്റെ ഈ പ്രത്യേക ഗുണങ്ങൾ ഏതെങ്കിലും ഒന്ന് മറ്റു വല്ലവർക്കും സമ്മതിച്ചു കൊടുക്കുകയോ വകവെച്ചു കൊടുക്കുകയോ ആണെങ്കിൽ വാസ്തവത്തിൽ അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കലാണത്. ഒരു വ്യക്തിയോ സ്ഥാപനമോ പ്രസ്തുത ഗുണങ്ങളിൽ വല്ലതും സ്വയം അവകാശപ്പെടുകയോ
ജനങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അവരും ദൈവത്തിന്റെ സമന്മാരും സമാന്തര ദൈവങ്ങളും ചമയുകയാണ്. അവർ നാവുകൊണ്ട് ദിവ്യത്വം വാദിച്ചാലും ഇല്ലെങ്കിലും. ഞാനീ പറഞ്ഞത് പിന്നെ എത്ര മാത്രം ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതൊക്കെ ട്ടോ. ഇതൊന്നും സാധാരണ ഇപ്പൊ ഒരു ചെറിയ ചെറിയ ഫിഖ്ഹി വിഷയങ്ങൾ പോലത്തെ വിഷയങ്ങളല്ല. നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പ് വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ഗുരുതരമായ വാക്കുകളാണ്. ഗുരുതരമായ ആയത്താണിത്. ഇതില് പിന്നെ ഇതിവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിതൊന്നും ചെയ്യാറില്ല എന്നുള്ള തരത്തില്. നമ്മളിപ്പോ ഇതൊക്കെ ചെയ്യോ? നമ്മൾ അള്ളാഹ്ക്ക് മാത്രം തന്നെയല്ല എല്ലാ കാര്യം ആക്കുന്നത് എന്നൊക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരം അള്ളാഹുവിന്റെ മാത്രം ഗുണമാണ്. ഞാൻ ഈ വായിച്ച സെന്റൻസുകൾ ഒന്നും കൂടി മനസ്സിലേക്ക് എടുക്കുക. ചോദ്യം ചെയ്യപ്പെടാത്ത, അതായത് ക്വസ്റ്റ്യനബിൾ അല്ലാത്ത അധികാരം, പരമാധികാരം അള്ളാഹുവിന് മാത്രം ഗുണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ മാത്രമേ നമ്മൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. അതിപ്പോ എന്തിനാ അങ്ങനെ നിസ്കാരം എന്തിനാ 4 2 അതിലെന്ത് ലോചിക്കാനുള്ളത്? അതായത് ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ, അള്ളയായിട്ട് നമുക്ക് ഉണ്ടാക്കിയ നിയമനിർദ്ദേശങ്ങളോ എന്ത് കാര്യമായിക്കോട്ടെ അതിലൊരു മറു ചോദ്യം പാടില്ല. കാരണം പരമാധികാരം അള്ളാന്റെ കയ്യിലാണ്. എല്ലാത്തിനുള്ള അധികാരം അള്ളാഹിന്റെ കയ്യിലാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചതും ലോകം സൃഷ്ടിച്ചതൊക്കെ അള്ളാഹുണ്ട്. അള്ളാഹ്ക്ക് A to Z അറിയാം ഏത് നമുക്ക് ഗുണം ഏത് ദോഷം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അള്ളാഹ് നിയമനിർദ്ദേശങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് എന്ത് എന്ന് ചോദിക്കാൻ മാത്രം നമുക്ക് അതിനുള്ള കഴിവുമില്ല, ശക്തിയില്ല, നമ്മളെ തലച്ചോറിന് അത്ര ബുദ്ധിയുമില്ല. അള്ളാഹിന്റെ ചെറിയൊരു സൃഷ്ടി മാത്രമാണ് നമ്മൾ. അപ്പൊ ഈ ചോദ്യം ചെയ്യപ്പെടാവുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രം, പരമാധികാരം. ഇപ്പൊ നിരുപാധികം അനുസരിക്കപ്പെടാൻ, ഉപാധികളില്ലാതെ അനുസരിക്കപ്പെടാൻ അർഹൻ അള്ളാഹ് മാത്രമാണ്. നിരുപാധികം എന്ന് പറയുന്നത് അവിടെയും എന്താണ്? ഉപാധികളില്ലാതെ. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷൻ വെക്കൂല. നമ്മളിപ്പോ ചില ആളുകളോട് പറയും, നീ ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനുസരിക്കാം, ഇന്നത് നീ എനിക്ക് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അനുസരിക്കില്ല. അതിനാണ് ഈ ഉപാധി വെക്കുക എന്ന് പറയുന്നത്, കണ്ടീഷണൽ എന്ന് പറയുന്നത്, കണ്ടീഷൻസ് വെച്ചിട്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞ ഒരു കൂട്ടരാണ് മാതാപിതാക്കൾ, അല്ലെ? മാതാവും പിതാവും അള്ളാഹു നമ്മോട് പറഞ്ഞ എല്ലാം കൊണ്ടും മാതാപിതാക്കളെ അനുസരിക്കണം. അത് അൺകണ്ടീഷണൽ ആണോ? അല്ല. അതും ഉപാധികളില്ലാതെ അനുസരിക്കാൻ പറഞ്ഞിട്ടില്ല. ഏതുവരെ നമുക്ക് മാതാപിതാക്കളെ അനുസരിക്കാം? അവർ ഷിർക്ക് ചെയ്യാൻ പറയുന്നത് വരെ അവരനുസരിക്കാം. ഷിർക്കിന്റെ എന്തെങ്കിലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ടതില്ല. ഉപാധി ഉണ്ട്. എന്റെ മാതാവേ, പിതാവേ, നിങ്ങൾ എന്റെ പിതാവാണ്, മാതാവാണ്. പക്ഷേ അള്ളാനെ അല്ലാത്ത വേറെ ആരെങ്കിലും ആരാധിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യില്ല. അതാണ് ഉപാധി അതാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഉപാധികളില്ലാതെ ഒരു ഉപാധിയും വെക്കാതെ അനുസരിക്കപ്പെടാൻ അർഹൻ അള്ളാഹ് മാത്രമാണ്. ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഇതൊക്കെ കുറച്ച് ഒരു ടഫായി തോന്നുമെങ്കിലും ഇതൊക്കെ സിമ്പിൾ ആണ് മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പൊ ഇത് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. എന്നാലേ സത്യവിശ്വാസിയാവുള്ളൂ, ശരിയായ സത്യവിശ്വാസി. അപ്പൊ ഈ പരമാധികാരം ഏതെങ്കിലും നേതാവിലോ നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോ പറയുന്ന ഈ പരമാധികാരം, പരമം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത് അതാണ് അവിടുത്തെ പോയിന്റ് കേട്ടോ. അധികാരം എന്ന് മാത്രം പറഞ്ഞാൽ അത് ശരിയാവില്ല. പരമാധികാരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നുള്ള അർത്ഥമാണ് അധികാരം. കംപ്ലീറ്റ് റൈറ്റ്സ് ആർക്കാണുള്ളത്? ഈ അധികാരം അള്ളാഹുവിന് മാത്രം. അപ്പൊ അത് ഏതെങ്കിലും നേതാവിനോ ഭരണകൂടത്തിനോ സമൂഹത്തിനോ ആരോപിക്കുന്നത് അവയെ ദൈവതുല്യമാക്കലാകുന്നു. അതായത് ഇവിടെ പറഞ്ഞേണ്ടത്, ഇപ്പൊ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, നമ്മളൊരു രാജ്യത്തെ പൗരനായി ജീവിക്കുമ്പോ നമുക്ക് പിന്നെ മനസ്സിലായി, ഏതെങ്കിലും ഒരു നേതാവിന് കീഴിൽ നമ്മൾ ജോലിയെടുക്കുമ്പോ അപ്പോഴൊക്കെ തന്നെ പരമാധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്. നിങ്ങളെ കീഴിൽ ഞാൻ ജോലിയെടുക്കും, ഞാൻ എല്ലാം ചെയ്യും, ഈ രാജ്യത്തെ പൗരനാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ അനുസരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു വരെ. ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ അടിമയല്ല, ഞാൻ അള്ളാന്റെ മാത്രം അടിമയാണ്. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പണിയെടുക്കും, എന്ത് പണിയെടുക്കും. പക്ഷെ ഒരു പൗരനായി ജീവിക്കുമ്പോൾ പറയുന്ന എന്ത് പണിയെടുക്കാൻ കഴിയില്ല. നമ്മളെ ഇസ്സത്തിനോ നമ്മളെ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധത്തിനോ ആരാധനക്കോ കോട്ടം തട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള മോശമായത്, അല്ലെങ്കിൽ നമുക്ക് അതിന്
ഇതായിട്ട് ഏൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അനുസരണം നിർത്തും. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ? അവിടെ ഞാൻ അനുസരണം നിർത്തും. നമ്മൾ നിർത്താൻ അല്ലെങ്കിൽ നമ്മൾ എന്താവും? അള്ളാഹുവിനേക്കാളും വലുത് നമ്മുടെ ഭരണാധികാരികളായി മാറും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോ ആരോപിക്കുന്ന അവര് മനുഷ്യന്റെ ആത്യന്തികമായ കൂറും സ്നേഹവും വിധേയത്വവും അർഹിക്കുന്നത് അള്ളാഹു മാത്രമാണ്. ആ അർഹത ദേശത്തിനോ ഭാഷയ്ക്കോ വർണ്ണത്തിനോ പാർട്ടികൾക്കോ മുതലാളിത്തം കമ്മ്യൂണിസം തുടങ്ങിയ തത്വശാസ്ത്രങ്ങൾക്കോ അവയുടെ ആചാര്യന്മാർക്കോ നായകന്മാർക്കോ വകവെച്ചു കൊടുക്കുന്നത് അവരെ ദൈവ തുല്യമാക്കി മാറ്റലാകുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? അപ്പൊ ഇതില് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ നമ്മൾ പറയുമ്പോ നമ്മൾ ഇപ്പൊ ഞാനൊരു ഇപ്പൊ ഈ സയനിസം എന്നൊക്കെ പറയൂലേ, വംശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വംശത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ ഒരു സമൂഹം, എന്റെ ഈ ഒരു കാറ്റഗറി ആളുകൾ, എന്റെ ഒരു ട്രൈബ്, എന്റെ ഒരു ഗോത്രം, എന്റെ ഈ ഇതിൽ ആൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ അയാൾ വംശീയതക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അയാൾക്ക് അള്ളാഹുവും ദൈവവും അല്ല വലുത്. അയാൾ വംശീയതയിൽ പെട്ടിട്ട് ആ വംശമാണ് അയാൾക്ക് ഏറ്റവും വലുത്. അള്ളാഹിനെക്കാളും വലുത് വംശമാണ്. എന്ത് അക്രമവും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഈ നാട്ടിലൊക്കെ തന്നെ പല രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെട്ടുകൊണ്ട് ഗുണ്ടായിസം കളിക്കുന്ന എന്താ? ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടി ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇന്ന ആളെ കൊല്ലണം എന്ന് പറയുമ്പോ അയാളെ കൊല്ലുന്നു. അത് മനസ്സിലാക്കണം ഇതിലെ ഗൗരവത്തിലാന്ന്. ഒരു സിസ്റ്റത്തിന്, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സമൂഹം എന്തിനെങ്കിലും നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാണ്. ഒരാളെ കൊല്ലാൻ ഒരിക്കലും നമുക്ക് അധികാരമില്ല. പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള കളി കളിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാളെ ചതിക്കാൻ പറയുമ്പോൾ ചതിക്കുകയാണ്, അല്ലെങ്കിൽ കൊല്ലുകയാണ്, അല്ലെങ്കിൽ ഗൂഢതന്ത്രങ്ങൾ മെനയാണ്. ഇതൊക്കെ ആലോചിച്ച് നോക്ക് എത്ര. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ദൈവതുല്യമായി പരിഗണിക്കുക എന്ന് പറഞ്ഞാല് ഇത്തരത്തില് നമ്മൾ അതെന്താവട്ടെ, എന്റെ ദേശം, ഭാഷ, എന്റെ രാജ്യം, എന്റെ രാഷ്ട്രീയ പാർട്ടി എന്തായിക്കോട്ടെ, അതിന് നമ്മൾ അടിമപ്പെടുകയാണെങ്കിൽ അള്ളാഹിന്റെ നിയമക്കാളും വലുത് അവരുടെ നിയമമാവുകയാണെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹ്ക്ക് തുല്യന്മാര് സമന്മാരായിട്ട് ആളുകളെ പരിഗണിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിന്റെ ഗൗരവം. അപ്പോ തനിക്ക് പങ്കാളികളെ കൽപ്പിക്കുന്ന അള്ളാഹു പൊറുക്കുകയില്ല തന്നെ. അതിന് താഴെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു. സൂറത്ത് നിസായിൽ അത് പറയുന്നുണ്ട്. അള്ളാഹ് ശിർക്ക് ഒരിക്കലും പൊറുക്കില്ല, പക്ഷെ അതിന് താഴെയുള്ള പാപങ്ങൾ ഒരുപക്ഷെ അള്ളാഹ് പുറത്തേക്കാം. ഇതില് അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുന്നത് അവന്റെ ഏകത്വത്തിനും അഖണ്ഡതയ്ക്കും നേരെയുള്ള നിഷേധം മാത്രമല്ല, അവന്റെ കഴിവുകളെയും അധികാരങ്ങളെയും വെല്ലുവിളിക്കൽ കൂടിയാണ്. അതുവഴി മനുഷ്യൻ ദൈവേതര ശക്തികൾക്ക് ആ ദൈവധിക്കാരപരമായ അധികാര അവകാശങ്ങളും ദൈവത്തെ മറികടക്കാനുള്ള യോഗ്യതകളും വകവെച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ശക്തിയും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന് സമന്മാർ സങ്കല്പിക്കുക എന്നാൽ ആളുകൾ അവർക്ക് തോന്നുന്നതിനെയൊക്കെ ദൈവമാക്കലാകുന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ ശരിക്കുള്ള ഒരു വിഷമം, വേദന മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചിന്തിച്ചാൽ മതി എന്നറിയാം. ഇപ്പൊ നമ്മളെ മക്കള് നമ്മൾ പ്രസവിച്ചുണ്ടാക്കി പോറ്റി വളർത്തി എല്ലാം കൊണ്ട് ഒരു 10-20 വയസ്സായ ഒരു മകൻ ഒരു ദിവസം വന്നിട്ട് പറയണേ, ഉമ്മ ഇനി ഞാൻ നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കില്ല, എന്റെ ഉമ്മ വേറെയാണ്. പിന്നെ വേറൊരു സ്ത്രീയെ എടുത്തിട്ട് അതാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ എന്ന നിങ്ങൾ എന്റെ ഉമ്മയല്ല, എനിക്ക് ആ ഉമ്മ അതാണ് എന്റെ ഉമ്മ എന്ന് വേറൊരു സ്ത്രീയെ ചൂണ്ടി പറയുമ്പോ ആ കുട്ടി, ആ മകൻ പറയുന്ന ആ വാക്കിൽ എത്ര ഗൗരവമുണ്ട് ആലോചിച്ചു. ഒരു ഉമ്മ എന്നുള്ള 2 അക്ഷരമുള്ള വാക്ക് മാത്രല്ല, ആ ഉമ്മ എന്ന് പറയുന്നിടത്തല്ലേ പറയുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഉമ്മ എന്ന വാക്കിന്റെ അടിയിൽ ഒരുപാട് വർക്കുണ്ട്. ഇവനെ പ്രഗ്നന്റ് ആയി അത് പ്രസവിച്ച് വേദന സഹിച്ച് പ്രസവിച്ച് പോറ്റി വളർത്തി 10-20 വയസ്സ് വരെ അവന് എല്ലാ ഗൈഡൻസും കൊടുത്ത് അവന് സ്വന്തം കാലിൽ നിൽക്കാൻ അവനെ ആക്കിയതിന് ശേഷം അവൻ പറയുന്നു, താങ്കൾ എന്റെ ഉമ്മയല്ല, എനിക്ക് ഉമ്മാനെ പോലെ വേറൊരു സ്ത്രീ ഉണ്ട്, ഞാൻ ആ ഉമ്മയാണ് എന്റെ ഉമ്മ, ആ ഉമ്മ പറയുന്നതാണ് ഞാൻ അനുസരിക്കുക എന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം നമുക്ക് ശരിക്കും മനസ്സിലാവും, അതിന്റെ വേദന എത്ര. ഇപ്പൊ ഇവിടെ അള്ളാ നമ്മളെ പോറ്റി, നമ്മളുണ്ടാക്കി, നമ്മൾക്ക് ഈ ലോകത്ത് എല്ലാം ഇതാക്കി നിയമനിർദ്ദേശങ്ങൾ തന്ന് ശരിയായ ഗൈഡൻസ് തന്ന് ഒരു സ്ഥലത്തെത്തുമ്പോ അള്ളാഹ്ക്ക് സമന്മാരായി നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോ അതിലെന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ അള്ളാഹ് എന്നുള്ള ഒറ്റ വാക്കല്ല അത് അള്ളാന്റെ ഏകത്വത്വം, അഖണ്ഡതക്ക് നേരെയുള്ള നിഷേധം. അത് അവന്റെ കഴിവുകളെ നമ്മൾ നിഷേധിക്കുകയാണ്, അധികാരങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഉമ്മ എന്ന വാക്കിലൂടെ ആ മകൻ പറയുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങളെയാണ് മകൻ നിഷേധിച്ചത് നിങ്ങൾ ആലോചിച്ചോക്കെ. ഉമ്മ അല്ല എന്ന് പറയുന്നിടത്തില് ഇത്രയും നമ്മൾ ചെയ്ത ആ പ്രവർത്തനം മൊത്തം നിഷേധിച്ചു അല്ലെ? അല്ല, അതാണ്.
അപ്പൊ ഇവിടെയാണ് അത് ചെറിയ കാര്യമല്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയ പാപമായിട്ട് അത് മാറുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ഈ സമന്മാർ. അപ്പൊ ഇനി ഇവിടെ രണ്ടാമത് പറഞ്ഞൊരു കാര്യങ്ങൾ നോക്കി നോക്കൂ. രണ്ടാമത് പറഞ്ഞത് കഹുബില്ല, അവർ അള്ളാഹിനെ സ്നേഹിക്കുന്നത്, അവർ ഈ സമന്മാരെ സ്നേഹിക്കുന്നത് കഹുബില്ല എന്നാ പറഞ്ഞെ. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവർ യുഹിബ്ബൂനഹും, അവർ അവരെ സ്നേഹിക്കുന്നു. ആരെ? ഈ സമന്മാരെ സ്നേഹിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറയുമ്പോ ഇവിടെ അവനെ ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞത് എന്താണ്? അള്ളാഹിനെ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നു എന്നോ അനുസരിക്കുന്ന പോലെ അനുസരിക്കുന്നു എന്നൊന്നല്ല പറഞ്ഞത്, മറിച്ച് സ്നേഹത്തിനെയാണ് പറഞ്ഞത്. സ്നേഹം, ഹുബ്ബിനെ പറയാൻ കാരണം അത് ഭയങ്കര ഒരു ഇതാണ്. അത് ആ ഹുബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചതിൽ നല്ല ഹിക്മത്തുണ്ട്. അതായത് സ്നേഹമാണ് എല്ലാത്തിന്റെയും അടിത്തട്ട്, അടിവേര് എന്ന് പറയുന്നത്. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് അവരോട് അനുസരിക്കാൻ തോന്നുള്ളൂ, അവർക്ക് വേണ്ടി അർപ്പിക്കാൻ തോന്നുള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തോന്നുള്ളൂ. ഒക്കെ വരുന്നത് എവിടുന്നാ? ഉള്ളിലുള്ള ഹുബ്ബിൽ നിന്നാണ്, അല്ലെ? അപ്പൊ അള്ളാഹ് പറയുന്നത് ഇവിടെ, നിങ്ങള് അള്ളാഹിനെ സ്നേഹിക്കേണ്ടത് പോലെയാണ് ആ സമന്മാരെ സ്നേഹിക്കുന്നത്. അതായത് അവര് പറയുന്നത് നിങ്ങൾ അപ്പടി അനുസരിക്കുകയാണ്. അതിൽ തെറ്റോ ശരിയോ, ഹക്കും ബാത്തില് പോലും നിങ്ങൾക്കില്ല. ഈ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അവര് എന്ത് അക്രമം അയച്ചു വിടാൻ പറഞ്ഞാലും അവരങ്ങനെ അക്രമം അയച്ചു വിടുകയാണ്. അവര് അനുസരണ എന്ന് പറയുന്നത് പൂർണ്ണ അനുസരണയാണ്. എന്ത് പറയുന്നു എന്ന് ചോദ്യം ചെയ്യലൊന്നുമില്ല. ഇത് ശരി ചെയ്യുന്നത് തെറ്റോ ശരിയോ, ഹക്കാണോ ബാത്തിലാണോ എന്നൊന്നും മറു ചോദ്യം ഇല്ല. പറഞ്ഞോ, ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. അതുപോലെയുള്ള പ്രവർത്തനം. അത്രയും അവർ ആ ഒരു നേതാവിനെ, അവരുടെ ആദർശത്തിലുള്ള നേതാവിനെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാന്റെ നിയമങ്ങളിൽ തെറ്റോ ശരിയോ എന്ന് അവർക്ക് വിഷയമല്ല. അപ്പൊ അള്ളാഹ് പറയുന്നത് ഇവിടെ, സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ അവർക്ക് അടിമകളായി മാറുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഈ തഫ്സീറിൽ പറയുന്നുണ്ട്, സ്നേഹം അതിര് കടന്ന്, അതായത് നിരുപാധികമായ സ്നേഹം ഇബാദത്തിന്റെ ഭാഗമാണ്. അത് അള്ളാഹു അല്ലാത്തവരോട് പ്രകടിപ്പിക്കുന്നത് ശിർക്കാകുമെന്ന് ശുക്തം വ്യക്തമാക്കുന്നു. അതായത് നിരുപാധികമായ സ്നേഹം, അതായത് ഒരു ഉപാധികളും ഇല്ലാത്ത സ്നേഹം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉപാധി വെക്കാത്ത സ്നേഹം, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു കാമുകി ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും മനസ്സിലായി. ആത്യന്തികമായ സ്നേഹത്തിൽ ഇബാദത്തിന്റെ ഇതര ഭാഗങ്ങളും എന്തുള്ളത്? ആ സ്നേഹം അതിര് കടന്നാൽ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവന്റെ, അത് കാമുകനാവട്ടെ, നേതാവാകട്ടെ, ഗുരുവാകട്ടെ, പുണ്യവാളനാകട്ടെ, വിഗ്രഹമാകട്ടെ, അടിമയും ആരാധകനും ആജ്ഞാനുവർത്തിയും ഭക്തനും ഒക്കെ ആവുക സാധാരണ. അപ്പൊ ഈ ആണും പെണ്ണുങ്ങളും കമിതാക്കൾ നമുക്കറിയാലോ, സ്നേഹത്തിന്റെ അന്ധതയിലേക്ക് അവർ വന്നിട്ട് അതുവരെ വളർത്തിയുണ്ടാക്കിയ ഉമ്മാനെയും ഉപ്പാനെയും പോലും മറന്നു പോകുന്ന എന്തുകൊണ്ടാ? സ്നേഹം അവിടെ കൂടി അന്ധതയായിട്ട് ഹക്കും ബാത്തിലും അവർക്ക് മനസ്സിലാവുന്നില്ല. തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതാ പറയുന്നത്, എല്ലാത്തിന്റെയും കാതൽ എന്താണ്? ഈ ആയത്തിൽ പറഞ്ഞ പോലെ ഹുബ്ബാണ്, സ്നേഹാണ്. അപ്പൊ ആ സ്നേഹം അധികമായാൽ, നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താ? ഉപാധി ഇല്ലാതെ. നമ്മളിപ്പോ ഒരാളെ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനിപ്പോ എന്റെ മാതാവിനെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ മാതാവിനോട് ഞാൻ പറയും സ്നേഹിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ അള്ളാഹനെ അനുസരിക്കരുത്, നിസ്കരിക്കരുത്, ഖുർആൻ ഓതരുത്, ഇതുപോലെ എന്റെ ഹിജാബ് എടുത്ത് അയച്ചു മാറ്റണം, ഇതൊക്കെ പറയുമ്പോ അവിടെ വരെ സ്നേഹിക്കും. അതിനപ്പുറം എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്താവും? നിരുപാധികമായി. ഉപാധികളില്ലാത്ത സ്നേഹം അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അവിടെ മാതാവായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരാണെങ്കിലും ഉപാധി വെച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇതിനപ്പുറം നിങ്ങൾ എന്നോട് പറഞ്ഞാൽ സ്നേഹവും ഇല്ല, ഒന്നുമില്ല. അതെനിക്ക് ചെയ്യാൻ കഴിയില്ല, അനുസരണയില്ല. അപ്പൊ അതാ പറഞ്ഞ, നിരുപാധികമായ സ്നേഹം അള്ളാഹുവിന് മാത്രം. അത് ഇബാദത്തിന്റെ ഭാഗമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് ഇവിടെ സ്നേഹത്തിന് കഹുബില്ല, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെയാണ് അവർ ആ നേതാക്കന്മാരെ സ്നേഹിക്കുന്നത്. അപ്പൊ കഹുബില്ല എന്ന വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞത് കേട്ടോ. ഇതില് അതാണ് ഇപ്പൊ ഇതിൽ തഫ്സീറിൽ പറയുന്നത്, ഇത്തരമുള്ള സ്നേഹ ആധിക്യം കൊണ്ടാണ് ശരിക്കും നാട്ടിലുള്ള അക്രമങ്ങളും അധർമ്മങ്ങളും ഒക്കെ അനുവർത്തിച്ചു കൊണ്ട് ചില ആളുകള് പുരോഹിതന്മാർക്കും സിദ്ധന്മാരോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് എല്ലാം അവർക്ക് അടിമപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ആജ്ഞാനുവർത്തികളായി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പൊ ഇതില് ഈ ആയത്ത് മനസ്സിലായല്ലോ അല്ലെ? ഈ യറൗനല്ലദാബ അന്താദ്. സമന്മാർ എന്ന് പറഞ്ഞാല് വെറും അള്ളാഹിന്റെ ദൈവമായിട്ട് മാത്രമല്ല, ഏതൊരു സിഫാത്തിലും അള്ളാഹ്ക്ക് സമന്മാരായി മറ്റുള്ളവരെ നമ്മൾ കൽപ്പിച്ചാൽ അത് അന്താദ് കൽപ്പിക്കുന്ന പോലെയായി. യുഹിബ്ബൂനഹും, അവർ ഇഷ്ടപ്പെടുന്നു. കഹുബില്ല, അള്ളാഹിനെ സ്നേഹിക്കേണ്ട പോലെ. അതായത് അള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഉപാധികളില്ലാതെ.
അപ്പൊ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ അള്ള മാത്രമേ ഉള്ളൂ. വേറെ ഏതൊരു വ്യക്തിക്കോ സമൂഹത്തിനോ ആദർശത്തിനോ നമ്മൾ അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും ആവാൻ പാടില്ല. അതിനപ്പുറം അള്ളാഹിനെ മാത്രം. അപ്പൊ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ല, മുഅ്മിനീങ്ങൾക്ക് അള്ളയാണ് ഏറ്റവും ഹുബ്ബ്. അവര് എന്ത് വന്നാലും അവസാനം അള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് അവര് അതിനാണ് പ്രാധാന്യം കൊടുക്കുക. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ അല്ലയോ, അവിടെയാണ് അവരുടെ ഹുബ്ബ് കിടക്കുന്നത്. അല്ലാതെ ഈ ലോകത്തെ വ്യക്തികളോ അതിനപ്പുറം അവര് എല്ലാത്തിനും ഉപരി അള്ളാഹിനെ അവര് സ്നേഹിക്കുന്നത്. പല ഉയറല്ലതീന ബലമോ ഇത് ഇറവുന്നല്ലോ അതാപ സമയത്ത് ഇല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നല്ലോ. ഇതിപ്പോ ഈ ഒരു ആയത്തിൽ ഒരുപാട് വിശദീകരണം ഉള്ളത് കൊണ്ട് അടുത്ത ഇത് തബറ. അപ്പൊ അവര് ഇത് തബറ അല്ല ജസ്റ്റ് പറഞ്ഞിട്ട് പോകുന്നാൽ ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അടുത്ത ആയത്ത് പറയുന്നത് അവന്റെ ശിക്ഷ ലഭിക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്ത് പിന്തുടരപ്പെട്ടിരുന്ന ആചാര്യന്മാരും നായകന്മാരും തങ്ങളുടെ നീതന്മാരെ തള്ളിപ്പറയുന്നു. എന്നാൽ അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ പരസ്പര ബന്ധത്തിന് കണ്ണികളൊക്കെ മറ്റുപോകും. അതായത് പരലോകത്ത് എത്തിയിട്ടുള്ള അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ഇതിന് മുന്നത്തെ ആയത്ത് പറഞ്ഞില്ലേ, കുറെ ആചാര്യന്മാരും ഒക്കെ ഉണ്ടാവും എന്നുള്ള. ഈ ലോകത്ത് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ അടിമപ്പണി എടുത്തിട്ട് അവരനുസരിച്ച് ജീവിച്ച ആളുകളുടെ പരലോകത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതായത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആചാര്യന്മാരും നായകന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ അനുയായികളെ തള്ളിപ്പറയും. എന്നിട്ട് പറയും എന്നിട്ട് ഈ അനുയായികൾ ശിക്ഷ അനുഭവിക്കും. എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധമൊക്കെ അവിടെ കണ്ണികളൊക്കെ അറ്റുപോകും. ആ സമയത്ത് അവർക്ക് ഒരു നേതാവും ഇല്ല, അനുയായിയും ഇല്ല, സ്നേഹവും ഇല്ല, ഒന്നും ഉണ്ടാവില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ വാക്കർത്ഥം ഇത് തബറ, ഇത് സന്ദർഭം, തബറ ഒഴിഞ്ഞു മാറുമ്പോൾ, ആര്, അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ടവർ. ഇത്തുബിഉ ഉത്തബ എന്നാണ് പിൻപറ്റി എന്നാണ്. ഇത്തിബാഉ റസൂലിന് കേട്ടില്ല, റസൂലിനെ പിൻപറ്റൽ. ഇത്തബ പിൻപറ്റി. അപ്പൊ എല്ലാദീന തുബിഉ പിൻപറ്റപ്പെട്ടവർ. തുബിഉ എന്നുള്ളത് പാസീവ് ടെൻസ് ആണ്. ഇത്തബ തുബിഉ തുബിഅ തുബിഉ പിന്തുടരപ്പെട്ടവർ. മിനല്ലദീന തബഉ പിന്തുടർന്നവരിൽ നിന്ന്. പിന്തുടർന്നവരിൽ നിന്ന്, അതായത് പിന്തുടരപ്പെട്ടവരാരാണ്? നായകന്മാര്, ആചാരന്മാര്, പുരോഹിതന്മാര്. അല്ലദീന തബഉ പിന്തുടർന്നവരാരാണ്? ഈ മണ്ടന്മാരായ അനുയായികളെ പറയുന്നത്. അല്ലദീന തബഉ. അപ്പൊ രണ്ടും പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും അവർ തമ്മിൽ ഒഴിഞ്ഞു മാറുമ്പോൾ, ആൻഡ് റഅഉ അവർ കണ്ടുമുട്ടുകയും ചെയ്യും. റഅ എന്നുള്ളതിന് റഅഉ എന്നുള്ളത് കേട്ടോ. റഅഉ അവർ കണ്ടു. റഅഉൽ അദാബ അവർ ശിക്ഷയെ കണ്ടുമുട്ടുമ്പോൾ. ആൻഡ് തഖത്തഅത് മുറിഞ്ഞു പോവുകയും ചെയ്യും. മുറിഞ്ഞു. ഖത്തഅ അല്ലെ, ഖത്തഅ എന്നാണ് മുറിച്ചു എന്നാണ്. ഖത്തഅ മുറിച്ചു. അപ്പൊ തഖത്തഅത് മുറിക്കപ്പെട്ടു അറ്റുപോവുകയും ചെയ്താൽ, ബിഹിം അവരോടുള്ള അൽ അസ്ബാബ്, സബബ് അസ്ബാബ് എന്ന് പറഞ്ഞ കാരണം, ബന്ധം എന്നൊക്കെ പറയും. അതിനുള്ള റീസണിങ് എന്നുള്ള അർത്ഥത്തിൽ അസ്ബാബ് എന്നുള്ള ബന്ധം, അവർ തമ്മിലുള്ള കണക്ഷൻ, അതെന്താവും? അതൊക്കെ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ. ഇതില് ഞാൻ അപ്പൊ അടുത്ത ആയത്തോട് ഫിനിഷ് ആക്കാം. ഇത് തബറ അല്ലദീന തുബിയു പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. മിനല്ലദീന മിൻ ഫ്രം അല്ലദീന തബഉ പിന്തുടർന്നവരിൽ നിന്ന്. ആൻഡ് റഅഉ അവർ കണ്ടു അൽ അദാബ ശിക്ഷയെ. വതഖത്തഅത് അവർ മുറിക്കപ്പെട്ടു. ബിഹിം അവരിൽ നിന്ന് അവരോടുള്ള എന്ത്? അൽ അസ്ബാബ്, അസ്ബാബ് എന്ന് പറഞ്ഞ ബന്ധങ്ങൾ. അപ്പൊ അത് മുറിക്കുക ആ സന്ദർഭത്തിൽ. അടുത്തായിട്ട് വഖാലല്ലദീന തബഉ. അപ്പൊ അവര് പറയാണ്, ഇങ്ങനെ ആ സന്ദർഭത്തിൽ എത്തുമ്പോ അവര് പറയാണ്, ആൻഡ് ഖാല പറഞ്ഞു, അല്ലദീന തബഉ. തബഉ എന്ന് പറഞ്ഞാൽ പിൻപറ്റിയവർ കേട്ടോ. അല്ലദീന തബഉ പിൻപറ്റിയവർ. അല്ലദീന വെച്ച് പറയുമ്പോ ഒരു കൂട്ടർ. അല്ലദീന തബഉ പിൻപറ്റിയവർ. എന്താ അവർ പറയുന്നത്? ലൗ എങ്കിൽ, അന്ന തീർച്ചയായും, ലന ഞങ്ങൾക്ക്. അവരെന്താ പറയുന്നത്? ഈ ലോകത്ത് അവരുടെ നീതന്മാരായിരുന്നവർ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചെങ്കിൽ, എങ്കിൽ ഇവർ ഇന്ന് ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ഇവരെ ഞങ്ങളും കൈയൊഴിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ ജനം ഇഹലോകത്ത് അനുവർത്തിച്ച ചെയ്തികളെല്ലാം അള്ളാഹു അവർക്ക് ഖേദങ്ങളായി കാണിച്ചു കൊടുക്കും. നരകത്തിയിൽ നിന്ന് പുറത്തു പോരാൻ അവർ ഒരു മാർഗവും കണ്ടെത്തുന്നതല്ല. വാക്കർത്ഥം നോക്കൂ. വഖാലല്ലദീന പിൻപറ്റിയവർ പറയുന്നു, ലൗ എങ്കിൽ, തീർച്ചയായും, ലന ഞങ്ങൾക്ക്, ലൗ അന്ന ലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, കറത്ത് എന്ന് പറഞ്ഞ അവസരം കേട്ടോ. ലൗ എങ്കിൽ, തീർച്ചയായും, ലന ഞങ്ങൾക്ക്, കറത്തൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്താവും? ഞങ്ങൾ എന്താക്കും? ഈ പിന്തുടർന്ന ആളുകൾ പറയണം അവർക്ക് അബദ്ധം പറ്റിപ്പോയി. ഇനി ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ, അപ്പോൾ
ഈ തബറ എന്നുള്ള വാക്ക് പല രൂപത്തിൽ വരികയാണ്, ഒക്കെ ഒന്ന് തന്നെയാണ്. തബറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈവിടും, ഒഴിഞ്ഞു മാറും. തബറ എന്നുള്ള ഞങ്ങൾ, തബറ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ കൈവിടുക. തബറ ഞങ്ങൾ ഒഴിഞ്ഞു മാറും. മിൻഹും അവരിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ, മിൻ ഫ്രം ഹും അവർ, അവരിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറും. കമാ തബറഉ കമാ പോലെ തബറഉ അവർ കൈവിട്ടു. അപ്പൊ പരലോകത്ത് എത്തിയപ്പോ മറ്റ് നേതാക്കന്മാർ കൈവിട്ടു അനുയായികൾ. അപ്പൊ അനുയായികൾ പറയുന്ന വാക്കാണിത്. ഇനി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കിയ പോലെ ഞങ്ങളും ഇവരെ ഒഴിവാക്കൂന്ന്. തബറഉ ഞങ്ങളെ, കമാ പോലെ തബറഉ അവർ കൈവിട്ട പോലെ, ഞങ്ങളിൽ നിന്ന് അവർ കൈവിട്ട പോലെ ഞങ്ങളും അങ്ങനെ ചെയ്യുന്നൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ. കദാലിക അപ്രകാരം, യുരീഹിമുല്ലാഹു അറായുരി എന്ന് പറഞ്ഞാൽ കാണിക്ക, ഷോ എന്നുള്ള അർത്ഥാണ്. യുരീഹിം അവർക്ക് കാണിക്കും. ആര് കാണിക്കും? അള്ളാഹു കാണിക്കും. അമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ, അമലിന്റെ പ്ലൂറലാണ് അമാൽ. അമാലഹും അവരുടെ കർമ്മങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുക്കും. ഹസറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടമായിട്ട്, ഖേദം, ഭയങ്കര റിഗ്രറ്റ് ആയിട്ട്. അതായത് ഞങ്ങളാ ചെയ്ത് ഇത്രയും കാലം ഭൂമിയിൽ ഈ മനുഷ്യന്മാരെ അനുസരിച്ച് അവർക്ക് വേണ്ടി എല്ലാം സഹിച്ച് മറ്റുള്ളവരെ കുത്തുവാക്കും കേട്ട് വേണ്ടാത്ത അക്രമങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച് അവരെങ്ങനെ അടിമകളായി ഇങ്ങനെ ജീവിച്ചിട്ട് ഇപ്പൊ അവർക്ക് അത് ഭയങ്കര ഖേദം. ഇവിടെ എത്തിയപ്പോ നിങ്ങളൊക്കെ ആര് എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ നേതാക്കന്മാർ പറയുന്നത്. നിങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞിട്ട് അവരായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാത്ത പോലത്തെ കൈവിടുക. ആ സമയത്ത് ഇവർക്ക് അവരാ ചെയ്ത ആ പണികൾ, ഇഹ്ലോകത്ത് നിന്ന് അവർ ചെയ്ത അടിമപ്പണി ഒക്കെ ഭയങ്കര ഖേദായിട്ട് അവര് പറയാണ്, ഇനി ഒരു അവസരം വന്നാൽ ഇവരെ ഞങ്ങളും കൈവിടും ഇതുപോലെ എന്ന് പറഞ്ഞു. ഇനി എന്ത് കാര്യം? ഹസറാത്തിൻ അലൈഹിം, ഹസറാത്ത് ഖേദഹേതു അലൈഹിം അവരുടെ മേൽ, വമാഹും എന്നാൽ മാഹും അവരല്ല, ബിഹാരിജീന പുറത്തു പോകുന്നവർ, മിനന്നാർ നരകത്തിൽ. അപ്പൊ ഇനിയൊരു അവസരം അവർക്ക് കിട്ടുമെന്ന് അവർ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവർ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും വമാഹും ബിഖാരിജീന മിനന്നാർ, നരകത്തിൽ നിന്നാണ് അവർ ഈ കളിക്കുന്ന കളി മൊത്തം, പറയലും താക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലൊക്കെ, ഒരിക്കലും ആ നരകത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നതല്ല. ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഹാരിജീൻ എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നവർ, പുറത്തു പോകുന്നവർ, ഹാരിജീൻ അല്ലെ. ഹുറൂജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് അല്ലെ, അതിനൊക്കെ അതേ വാക്കാണ് ഹാരിജീൻ. അപ്പൊ പുറത്തു പോകുന്നവരെല്ലാം മിനന്നാരകത്തിൽ നിന്ന്. അപ്പൊ അവര് പറഞ്ഞ യാത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഖാലല്ലദീനത്തബഉ പിൻപറ്റിയവർ പറയും, ലൗ അന്നലനാ കറത്തൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ ഞങ്ങൾ കൈവിടും, മിൻഹും അവരിൽ നിന്ന്, കമാ പോലെ തബറഉ മിന്ന അവർ ഞങ്ങളിൽ നിന്ന് അവര് ഒഴിഞ്ഞ പോലെ ഞങ്ങളും കൈവിടുന്നു. കദാലിക അപ്രകാരം, യുരീഹിം അവർക്ക് കാണിക്കുന്നു അള്ളാഹു അമാലഹും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം, ഹസറാത്തിൻ അലൈഹിം അവരുടെ മേൽ നഷ്ടമായിട്ട്, ഖേദമായിട്ട്, വമാഹും അവരല്ല, ബിഹാരിജീൻ പുറപ്പെടുന്നവർ അല്ലെങ്കിൽ പുറത്താവുന്നവർ, മിനന്നാർ നരകത്തിൽ നിന്ന്. ഇതില് വഴിതെറ്റിക്കുന്ന നേതാക്കളുടെയും അജ്ഞരായ അനുയായികളുടെയും പരിണാമം ഇസ്ലാം എടുത്തു പറഞ്ഞത് പൂർവ്വ സമുദായങ്ങളുടെ വ്യതിയാനത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ ശ്രദ്ധാലുക്കളാകാനും നേതാക്കളെ വിവേചിച്ചറിഞ്ഞ് അബദ്ധ നേതൃത്വം നൽകുന്നവരെ സൂക്ഷിക്കാനും വേണ്ടിയാണെന്നാണ് കേട്ടോ. ഇതൊരു നിസ്സാരമല്ല കേട്ടോ ഈ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ, അതായത് ഇപ്പൊ ഇതെടുത്ത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, കുറെ നേതാക്കന്മാരെ അന്ധമായി അനുസരിച്ച് വഴിതെറ്റിപ്പോയ ആളുകൾക്ക് ഇന്നേ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്? നേതാക്കന്മാരുമില്ല, അനുയായികളും ഇല്ല, അവരൊക്കെ കൈവിടും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല എന്നുള്ള വാണിംഗ് തരുന്നത് എന്തിനാ? ഇതിന് മുന്നേ ഉള്ള പഴയ നേതാക്കന്മാരെ, പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരെ ഒക്കെ അനുസരിച്ച് ആജ്ഞാനുവർത്തികളായി ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നതാണ് ഇതിലൂടെ, ഈ ആയത്തിലൂടെ എന്ന് പറയാം. അതായത് ഈ അള്ളാഹുവിനെതിരായ ശക്തികളെ നേതാക്കളും ജനം സ്വീകരിച്ച് നീതന്മാർ അന്ത്യനാൾ ദൈവിഷ്ഠ അഭിമുഖീകരിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഹാ കഷ്ടം, ഞങ്ങളുടെ ഐഹിക ജീവിതം ദുഷിച്ച നേതൃത്വങ്ങളെ ദൈവത്തെ പോലെ കരുതി അവർക്ക് സമർപ്പിച്ചത് മൂലം ദുർമാർഗത്തിൽ പാഴായിപ്പോയല്ലോ. ഞങ്ങൾ കൂറും ഭക്തിയും പുലർത്തി ആദരിച്ചിരുന്നവരൊക്കെയും ഇന്ന് ഞങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവരാരും ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല. ഇഹലോകത്ത് ഞങ്ങളുമായി പരിചയപ്പെട്ടിട്ടേ ഇല്ലാത്തവരെ പോലെ, ഞങ്ങളുടെ ഈ ദുർഗതിയിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തവരെ പോലെയാണ് അവർ ഇപ്പോൾ വർത്തിക്കുന്നത്. ഭൗതിക ലോകത്ത് ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തന്നെങ്കിൽ ഈ നേതാക്കൾ ഇപ്പോൾ ഞങ്ങൾ തള്ളിപ്പറഞ്ഞ പോലെ അവിടെ ഞങ്ങൾക്ക് അവരെയും തള്ളിപ്പറയാമായിരുന്നു.
അവരെ ദൈവതുല്യമായി അംഗീകരിക്കുകയോ അവർക്ക് കൂറും ഭക്തിയും കാഴ്ചവെക്കുകയോ ചെയ്യാതെ സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ച് അവനെ സ്നേഹിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കാമായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ വിലാപം അവർക്ക് ഒരു ഗുണവും ചെയ്യില്ല. അവരുടെ ദുഃഖ പാരവശ്യത്തിന് നൈരാശ്യത്തിന്റെയും തിളച്ചുമറിയിൽ മാത്രമായിരിക്കും അത്. അവർക്ക് ഒരിക്കലും നരകശിക്ഷയിൽ നിന്ന് മോചനം നേടാനാവില്ല. ഇതില് പിന്നെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം 161 ഈ ലോകത്ത് അള്ളാഹുവിന് ഈ നേതാക്കന്മാരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തില് നമ്മളെ പണ്ടത്തെ പോലെയല്ല. ഒരുപാട് നേതാക്കന്മാരും ആചാര്യന്മാരും പുരോഹിതന്മാരും ഒക്കെ വന്ന് നമ്മുടെ മക്കളെയൊക്കെ അവർക്ക് അടിമകളാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഒരുപാട് ഗ്യാങ്ങുകളായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ടും എന്താണ് മോട്ടിവേഷൻസ്, എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം സ്പിരിച്വലി അവരിലേക്ക് ആ ഒരു വ്യക്തികളിലേക്ക് ആയിപ്പോകുന്ന അവസ്ഥ വരുന്ന പലതും കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ എയിം ചെയ്തിട്ട് ഇത്തരത്തിൽ സ്പിരിച്വൽ എന്താ പറയാ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവുക. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് വേറെ ഇതിലേക്കിന്റെ അടിമത്തത്തിലേക്ക് അവര് പോകുന്നുണ്ടോ എന്നൊരു കണ്ണ് വെക്കുന്നത് നന്നാവും. അങ്ങനെ പെട്ടുപോയ കുട്ടികളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ മാസം തന്നെ ഇങ്ങനെ പെട്ടുപോയിട്ട് കുട്ടികൾ അതിൽ പെട്ടുപോയിട്ട് പിന്നീട് അവര് എന്ത് വൃത്തികേട് പറഞ്ഞാലും അത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവാ. എന്ത് വൃത്തികെട്ട് അവർ ഇന്നത് ചെയ്യുന്ന പറയുമ്പോ അത് ചെയ്യുക. ഒരു ഉളുപ്പും ഇല്ലാതെ ലജ്ജയില്ലാതെ അവർ പറയുന്ന പോലെ ചെയ്തു കൊടുക്കുക. പിന്നീട് വൺസ് അവര് അത്തരത്തിലുള്ള വീഡിയോ മറ്റെടുത്ത് കഴിഞ്ഞാല് പിന്നെ അത് വെച്ചിട്ട് അവര് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവരെ അജ്ഞാനവർത്തികളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വാണിങ് തരുന്ന പോലെ ഒരു ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊന്ന് ശ്രദ്ധിക്കണം. ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് എയിം ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവുക. ലേഡീസ് ഓൺലി, ലേഡീസിന് മോട്ടിവേഷൻ, ലേഡീസിന് സ്പിരിച്വൽ, എന്താ പറയാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ലേഡീസ് ഇങ്ങനെ മെന്റലി ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള ആളുകളെ വേഗം കിട്ടും. പുരുഷന്മാരെക്കാട്ടിലും ലേഡീസിനെ ഇവർക്ക് പെട്ടെന്ന് കിട്ടും. വീട്ടിന്റെ ഉള്ളിൽ ആരുമില്ലാതെ, സംസാരിക്കാൻ ആളില്ലാത്ത, ഉള്ളിലിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അല്ലെ, ഇവിടെ ഖത്തറിലൊക്കെ പറയുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണമെങ്കിൽ ഒരുപാട് ചാർജാണ്, പൈസയാണ്. അപ്പൊ അതിന് അവർക്ക് കഴിയുന്നില്ല തന്റെ വിഷമങ്ങൾ പറയാൻ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്നൊരു കൊക്കയില് പെട്ടെന്ന് കൊളുത്തി വലിക്കാൻ പറ്റും. ഖുറാനുമായി പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത, അള്ളാഹിന് അത്ര അടുപ്പില്ലാത്ത പെണ്ണുങ്ങളെയാണ് പെട്ടെന്ന് കിട്ടുക. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ ആരെങ്കിലൊക്കെ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ അങ്ങനെ പെട്ടുപോകുന്ന ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടും. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ ബിറഹ്മതിക.